ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കും എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. ദയാധനം സംബന്ധിച്ച കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. എന്തായാലും നിമിഷപ്രിയയെ നാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് യമനിലെ കോടതി. ആ വധശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിക്കും എന്നുള്ള വളരെ സുപ്രധാനമായ കാര്യമാണ്. പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത പുറത്തു വരാനുണ്ട് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാർത്താ പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കുന്നത് ന്യൂസ് മലയാളമാണ്. നിമിഷപ്രിയയുടെ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നാളെ കൊലക്കയറിന് മുന്നിലേക്ക് എത്താൻ വിധിക്കപ്പെട്ടിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിധിയായി, അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ നിമിഷം ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന യമൻ പൗരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി യമനിലെ സുപ്രീം കോടതി ഉൾപ്പെടെ ഹർജി തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ജൂലൈ മാസം 16-ാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി അവിടുത്തെ കോടതി തീരുമാനം എടുത്തിരുന്നത്. ഇപ്പോൾ ആ വധശിക്ഷ ഇന്ത്യൻ തലത്തിൽ നടത്തിയിട്ടുള്ള ശക്തമായ ഇടപെടലിനെ തുടർന്ന് മരവിപ്പിക്കുമെന്ന തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇതിൽ AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള നീക്കങ്ങളാണ് വളരെ പ്രധാനമായി മാറിയത്. അദ്ദേഹം അവിടെയുള്ള മതപണ്ഡിതരുമായി ഉൾപ്പെടെ നടത്തിയ ചർച്ചകളിൽ അത് ഫലം കാണുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പാക്കില്ല എന്നുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ഈ സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ബാക്കി ശിക്ഷ അല്ലെങ്കിൽ ഈ വധശിക്ഷ പിന്നീട് നടപ്പാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും മരവിപ്പിക്കും എന്നുള്ളതാണ് കാര്യം. അതായത് ചർച്ചകൾക്കുള്ള വഴി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത്. ദയാധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല എന്ന വിവരമാണ് ഈ നിമിഷത്തിൽ പ്രേക്ഷകരിലേക്ക് ന്യൂസ് മലയാളം ആദ്യം എത്തിക്കുന്നത്. പൊടികിട്ടുന്നില്ലേ? ഇന്ത്യൻ എംബസി ഉൾപ്പെടെ ഇടപെട്ട ഒരു വിഷയമാണ്. ഇന്ത്യൻ എംബസി ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഇന്നലെ ഹർജി എത്തിയിരുന്നു. അപ്പോൾ ഈ വാർത്ത ആദ്യമായി ഇന്ത്യയിൽ ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ന്യൂസ് മലയാളമാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കുമെന്ന പ്രധാനപ്പെട്ട വാർത്ത ബ്രേക്ക് ചെയ്ത് അനൽക സെയ്ദ് നമുക്കൊപ്പം ചേരുകയാണ്. അനൽക, അങ്ങനെ ആ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു. വലിയ ആശ്വാസമാണ്, പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും പിന്നിൽ നിമിഷപ്രിയയുടെ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ യമനിൽ നടന്ന ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വധശിക്ഷ മരവിപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ഇന്നലെയൊക്കെ തന്നെ വളരെയധികം സമയം ഈ ചർച്ച നടന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഉമർ ഹബീബിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമുണ്ടായിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ നാളെയായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി എന്ന് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ ഉത്തരവ് രാത്രിയോട് കൂടിയിട്ട് പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ നടന്ന ചർച്ചയിലാണ് ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിലെ ഒരംഗം, ഏറ്റവും ഈ യമനിലെ കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗം ഇന്ന് രാവിലെ നടന്ന ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ മുഹമ്മദ് അമീൻ എന്ന് പറയുന്ന ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും അതോടൊപ്പം തന്നെ യമൻ ഷൂറ കൗൺസിലിൻ്റെ അംഗവുമായ മുഹമ്മദ് അമീൻ ഉൾപ്പെടെ ഇന്ന് രാവിലെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു ചർച്ച ഇവിടെ നോർത്ത് യമനിലെ ധമറിൽ നടന്നിട്ടുള്ളത്. ഈ നടന്ന ചർച്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഇത് രാത്രിയോട് കൂടിയിട്ട് ഈ വിഷയത്തിനകത്ത് അന്തിമ വളരെ നിർണായകമായി മാറിയത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ്. കാന്തപുരത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം ന്യൂസ് മലയാളത്തിലൂടെ. നമ്മുടെ വാക്കുകൊണ്ട് അങ്ങനെ ഇസ്ലാം മതത്തിൽ സൗകര്യങ്ങളുണ്ട് എന്നും ഇസ്ലാം ഒരു വർഗീയവാദത്തിൻ്റെയോ വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ മതമല്ല എന്നും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കലും ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കലും ഞങ്ങളുടെ കർത്തവ്യമാണ് എന്ന നിലക്കാണ് ഞാൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്.
അനൽക കാന്തപുരം പറഞ്ഞത് നമ്മൾ കേട്ടിരിക്കുന്നു. ലോകത്തിനാകെ മാതൃകയാകട്ടെ, ഇസ്ലാം വർഗീയമായി ചിന്തിക്കുന്നില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനൊരു ഉദാഹരണം കൂടിയായി ഇപ്പോൾ ഈ ഇടപെടൽ മാറുകയാണ് എന്ന് കാന്തപുരം പറയുന്നത് വളരെ പ്രത്യാശയോടുകൂടി നമ്മൾ കാണുകയാണ്. വിശ്വമാനവീയതയുടെ സന്ദേശം കാന്തപുരം നൽകുകയാണ്. അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ദയാദനം സ്വീകരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനി അങ്ങോട്ട് നടക്കും, അങ്ങനെയല്ലേ അനൽക? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരത്തിൽ ചർച്ച തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഈ തലാലിൽ കൊല്ലപ്പെട്ട തലാലിൻ കുടുംബത്തിൽ തന്നെ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കുടുംബത്തിൽ ഒരു വിഭാഗം പറഞ്ഞത് ഈ ശിക്ഷ നടപ്പാക്കട്ടെ, അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ദയാദാനം സ്വീകരിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കുക എന്നൊരു തീരുമാനം, അത്തരത്തിലുള്ള ചർച്ച കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ തലാലിന്റെ കുടുംബത്തിലെ അതായത് യുവാക്കൾ ഇത്തരത്തിൽ നിമിഷപ്രിയക്ക് മാപ്പ് നൽകുന്ന കാര്യത്തിൽ അതായത് ആദ്യഘട്ടം മുതലേ ഈ വിഷയത്തിനകത്ത് എതിർത്തിരുന്നു. ഒരു ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ അതായത് ഈ മാപ്പ് നൽകുന്ന ഒരു കാര്യത്തിനോട് ഈ തലാലിന്റെ കുടുംബത്തിലെ യുവാക്കൾ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ ഘട്ടത്തിലാണ് തലാലിന്റെ